In this section, we will be dealing with Fourier series for even and odd functions. So, even functions-ൻ്റെയും odd functions-ൻ്റെയും Fourier series എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും എന്താണ് ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ എന്ന് അറിയാമെന്ന് തോന്നുന്നു. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് a function f is an even function if its domain contains the point minus x whenever it contains the point x and if f of minus x equal to f of x for each x in the domain of f. സോ ഒരു ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ ഡൊമൈനിൽ എപ്പോഴും മൈനസ് എക്സ് ഉണ്ടായിരിക്കണം. മാത്രമല്ല എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. സിമിലർലി ഒരു ഓഡ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്താണ്? സിമിലർലി എ ഫംഗ്ഷൻ എഫ് ഈസ് എൻ ഓഡ് ഫംഗ്ഷൻ if its domain contains the point minus x whenever it contains the point x and if f of minus x equal to minus f of x. So odd function ആകുമ്പോൾ f of minus x minus of f of x ആണ്. പക്ഷേ ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ f of minus x is equal to f of x ആയിരിക്കും. So that is the difference. So എന്താണ് ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈവൻ ഫംഗ്ഷൻ means f of minus x equal to f of x and odd function means f of minus x equal to minus f of x. ഇനി ഈവൻ ഫംഗ്ഷൻ്റെ ഓഡ് ഫംഗ്ഷൻ്റെ ചില എക്സാമ്പിൾസ് ആണ് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് ഈവൻ ഫംഗ്ഷൻസ് ആർ, ഈവൻ ഫംഗ്ഷൻ എക്സാമ്പിളാണ് 1. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ 1 ഒരു ഈവൻ ഫംഗ്ഷനാണ്. കാരണം അത് എഫ് ഓഫ് മൈനസ് എക്സും 1 ആണ്, എഫ് ഓഫ് എക്സും 1 ആണ്. സോ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. നെക്സ്റ്റ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. കാരണം എഫ് ഓഫ് മൈനസ് എക്സ് എന്താ? മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. സിമിലർലി കോസ് എൻ എക്സ്, കോസ് ഈവൻ ഫംഗ്ഷനാണ്. കാരണം എന്താ? കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. മോഡ് എക്സ് ഈവൻ ഫംഗ്ഷനാണ്. എക്സ് പവർ 2n ഈവൻ ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എക്സ്, എക്സ് ക്യൂബ്, സൈൻ എൻ എക്സ്, എക്സ് റേസ് ടു 2n + 1 എന്നൊക്കെ പറയുന്നത് ഓഡ് ഫംഗ്ഷനാണ്. കാരണം എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ് വരിക. ഫ്രം ദി ഡെഫിനിഷൻ ഓഫ് odd function, it follows that if f is an odd function and if its domain contains origin, f ഒരു odd ഫംഗ്ഷനും എഫിൻ്റെ ഡൊമൈനിൽ ഒറിജിൻ ഉണ്ടെങ്കിൽ then f of 0 must be 0. കാരണം എഫ് ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആയേ പറ്റുള്ളൂ. കാരണം എഫ് ഓഫ് 0 must be 0. Most functions are neither even nor odd and for instance e raised to x. ചില ഫങ്ഷൻസും ഓഡ് അല്ലാതെയും വരാം, ഓഡും ഈവനും എല്ലാത്തെയും ഫങ്ഷൻസും വരാം. ഫോർ എക്സാമ്പിൾ ഇ റേസ് ടു എക്സ് എന്നൊക്കെ പറയുന്നതും ഓഡ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനും സാറ്റിസ്ഫൈ ചെയ്യില്ല, ഈവൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനും സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓൺലി വൺ ഫംഗ്ഷൻ എഫ് ഐഡൻറ്റിക്കലി 0 ഈസ് ബോത്ത്. അപ്പോൾ ബോത്ത് ഈവൻ ആൻഡ് ഓഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഏതാണ്? ദാറ്റ് ഈസ് എഫ് ഐഡൻറ്റിക്കലി 0. എഫ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 ഫംഗ്ഷനാണ് ബോത്ത് ഈവൻ ആൻഡ് ഓഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ. From the definition of even and odd functions, it follows that they have the following properties. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ്റെ ഓഡ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? അവർക്ക് ഈ പറയുന്ന ഫോളോയിങ് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയും. അത് ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? പ്രോഡക്റ്റ് ഓഫ് 2 ഈവൻ ഫംഗ്ഷൻസ് ഈസ് ഈവൻ. അപ്പോൾ 2 ഈവൻ ഫംഗ്ഷൻസ് എടുത്താൽ എൻ്റെ പ്രോഡക്റ്റ് എപ്പോഴും ഈവൻ ആയിരിക്കും. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ. സിമിലർലി പ്രോഡക്റ്റ് ഓഫ് 2 ഓഡ് ഫംഗ്ഷൻസും ഈവൻ ആണ്. കാരണം 2 ഓഡ് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 2 മൈനസ് ഇൻറ്റു മൈനസ് എന്ന് വരും. ആ 2 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി മാറും. സോ പ്രോഡക്റ്റ് ഓഫ് 2 ഓഡ് ഫംഗ്ഷൻസ് ഈസ് ഓൾവേസ് ഈവൻ. നെക്സ്റ്റ് പ്രോപ്പർട്ടി, പ്രോഡക്റ്റ് ഓഫ് എൻ ഈവൻ ഫംഗ്ഷൻ ആൻഡ് എൻ ഓഡ് ഫംഗ്ഷൻ ഈസ് ഓഡ്. ഒരു ഈവൻ ഫംഗ്ഷൻ്റെയും ഓഡ് ഫംഗ്ഷൻ്റെയും പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഓഡായിരിക്കും. കാരണം എന്താ? ഈവൻ ഫംഗ്ഷന് മൈനസ് ഇല്ല, ഓഡ് ഫംഗ്ഷന് മൈനസ് ഉണ്ട്. സോ പ്ലസ് ഇൻറ്റു മൈനസ് ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ്. സോ ഈവൻ ഫംഗ്ഷൻ്റെ ഓഡ് ഫംഗ്ഷൻ്റെയും പ്രോഡക്റ്റ് എടുത്താൽ ഒരു ഓഡ് ഫംഗ്ഷനാണ് കിട്ടുക. നെക്സ്റ്റ്, സം or difference of 2 even functions is even and sum or difference of 2 odd functions is odd. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വെരിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഓൾസോ ഫ്രം ദി പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ,
we know that integral minus L to L f of x dx ഇത് നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസിൽ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 times integral 0 to L f of x dx if f is even and that is equal to 0 if f is odd. So f ഈവൻ ആവുന്ന സമയത്ത് മൈനസ് L to L ഇൻ്റഗ്രൽ f of x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? 2 times integral 0 to L f of x dx ആണ്. f ഓഡ് ആവുന്ന കേസിൽ ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആണ്. ഇനി ഈ പ്രോപ്പർട്ടീസ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൊറിയർ സീരീസ് ഫോർ ഈവൻ ഫംഗ്ഷൻസ് ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. Suppose that f and f dash are piecewise continuous on the interval minus pp എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ piecewise continuous ആണ് ആൻഡ് f എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ കൂടെയാണ്. സിൻസ് കൊസൈൻ ഫംഗ്ഷൻ ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ, നിങ്ങൾക്കറിയാം കോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. കാരണം കോസ് ഓഫ് മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റയാണ്. ആൻഡ് സൈൻ ഫംഗ്ഷൻ എന്താണ്? ഒരു ഓഡ് ഫംഗ്ഷനാണ്. കാരണം സൈൻ ഓഫ് മൈനസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റയാണ്. സോ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കും. നമുക്ക് എഫ് ഈവൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സോ ഈവൻ ഇൻറ്റു ഈവൻ എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ്. പ്രോഡക്റ്റ് ഓഫ് 2 ഈവൻ ഫംഗ്ഷൻസ് ഈസ് ഈവൻ. ആൻഡ് എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ പി എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. കാരണം എഫ് ഈവൻ ആണ്, സൈൻ എൻ പൈ എക്സ് ബൈ പി ഓഡാണ്. സോ ഈവൻ ഇൻറ്റു ഓഡ്, പ്രോഡക്റ്റ് ഓഫ് ഈവൻ ആൻഡ് ഓഡ് എന്ന് പറയുന്നത് ഓഡാണ്. നമ്മൾ പ്രോപ്പർട്ടീസിൽ പറഞ്ഞു. സോ എഫ് ഓഫ് എക്സ് കോസ് എൻ പൈ എക്സ് ബൈ പി എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനും എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ പി എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനുമാണ്. സോ ആസ് എ കോൺസിക്വൻസ് ഓഫ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്, അപ്പോൾ നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മളിപ്പോൾ മേലെ പറഞ്ഞില്ലേ, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ നോട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? എ നോട്ടിൻ്റെ ഫോർമുല ഇസ് 2/p ഇൻ്റഗ്രൽ 0 to p f of x dx ആണ്. ആൻഡ് എ എൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഫോർമുല? 2/p ഇൻ്റഗ്രൽ 0 to p f of x ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ പി ഡി എക്സ് ആണ്. ആൻഡ് ഇവിടുന്ന് നമുക്ക് ബി എൻ എന്ന് പറയുന്നത് ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആയി പോകും. കാരണം എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. സോ ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് അത് 0 ആയി പോകും, ഇൻ്റഗ്രൽ 0 ആയി പോകും. ഇവിടെ മൈനസ് പി ടു പി എന്നുള്ള ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 2 times എന്നുള്ളതായിട്ട് മാറും. ദസ് എഫിൻ്റെ ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് ഹാസ് ദി ഫൊറിയർ സീരീസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an cos n pi x by p എന്നാവും എഫിൻ്റെ ഫൊറിയർ സീരീസ്. ഓക്കെ, കാരണം ബി എൻ എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റ് 0 ആണ്, എ എൻ എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റ് മാത്രമേ അവിടെ പ്രസൻ്റ് ആയി വരുള്ളൂ. ഇൻ അതർ വേർഡ്സ് ദ ഫൊറിയർ സീരീസ് ഫോർ എനി ഈവൻ ഫംഗ്ഷൻ, സോ ഏതൊരു ഈവൻ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാവും ഉണ്ടാവുക. ഫൊറിയർ സീരീസ് ഫോർ എനി ഈവൻ ഫംഗ്ഷൻ കൺസിസ്റ്റ് ഓൺലി ഓഫ് ദി കൊസൈൻ ഫംഗ്ഷൻ. അപ്പോൾ കോസിൻ്റെ ടേംസ് മാത്രമേ ഒരു ഈവൻ ഫംഗ്ഷൻ, എഫ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഫൊറിയർ സീരീസിൽ കോസിൻ്റെ ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ദി കോൺസ്റ്റൻറ്റ് ടേം a0/2 എന്നുള്ള കോൺസ്റ്റൻറ്റ് ടേമുമാണ് ഉണ്ടാവുക. കൊസൈൻ ഫംഗ്ഷനും മാത്രമേ ഉണ്ടാവുള്ളൂ. It is natural to call such a series of Fourier series cosine series. അപ്പോൾ അത്തരത്തിലുള്ള സീരീസിനെ നമ്മൾ ഫോറിയർ കൊസൈൻ സീരീസ് എന്ന് പറയാം. എഫ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എഫിൻ്റെ ഫോറിയർ സീരീസിൽ കോസിൻ്റെ ടേമും കോൺസ്റ്റൻറ്റ് ടേമും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എഫിൻ്റെ സീരീസിനെ നമ്മൾ ഫോറിയർ കൊസൈൻ സീരീസ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ ഇൻ വർക്ക്ഡ് ഔട്ട് പ്രോബ്ലം 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്ന പ്രോബ്ലം 1 നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത പ്രോബ്ലത്തിൽ അതൊരു ഈവൻ ഫംഗ്ഷനാണ്. മോഡ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആണല്ലോ, കാരണം എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് കിട്ടുക. സോ അതൊരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫൊറിയർ സീരീസിൽ കോസിൻ്റെ ടേംസും കോൺസ്റ്റൻറ്റ് ടേമും മാത്രമേ ഉണ്ടാവുള്ളൂ. ബി എൻ എന്ന് പറയുന്നത് കോഎഫിഷ്യൻറ്റ് 0 ആയത് കാരണം സൈനിൻ്റെ ടേംസ് നമുക്കവിടെ ഉണ്ടാവില്ല. സോ അപ്പോൾ ആ ഈവൻ ഫംഗ്ഷനായ മോഡ് എക്സിൻ്റെ ഫൊറിയർ സീരീസിന് നമ്മൾ ഫൊറിയർ സീരീസ് ഫോർ എഫ് എന്ന് പറയുന്നത് ഒരു കൊസൈൻ സീരീസ് ആയിരിക്കും. ഇനി ഫൊറിയർ സീരീസ് ഫോർ ഓഡ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. സപ്പോസ് എഫും എഫ് ഡാഷും പീസ് വൈസ് കണ്ടിന്യൂസ് ആണ് ഓൺ ദി ഇൻ്റർവൽ മൈനസ് പി പി ആൻഡ് എഫ് ഇസ് ആൻ ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എഫ് ഒരു ഓഡ് ഫംഗ്ഷനായിട്ട് അസ്യൂം ചെയ്യണം. സിൻസ് cosine function is an even function, cosine function ഈവനും സൈൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷനാണ് നമ്മൾ മുന്നേ പറഞ്ഞു. സോ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ പി ഓഡും എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ പി ഈവനും ആയിരിക്കും. കാരണം എഫ് ഓഡ് ഫംഗ്ഷനാണ്. സോ ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓഡാണ്. അതുപോലെ എഫ് ഓഫ് എക്സ് ഓഡായത് കാരണം എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ പി, അപ്പോൾ രണ്ട് ഓഡ് ഫംഗ്ഷനാണ്. രണ്ട് ഓഡ് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ഈസ് ഈവൻ. സോ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ പി എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കും. Now as a consequence of the properties of definite integrals, അപ്പോൾ definite integralൻ്റെ
പ്രോപ്പർട്ടീസ് നമുക്കറിയാം. ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ വരുമ്പോൾ ഇൻ്റഗ്രൽ വാല്യൂ എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് 2 ടൈംസും ആയിരിക്കും. ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ 0 ആയിരിക്കും. സോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് an എന്ന് പറയുന്നത് എന്തായിരിക്കും 0 എന്ന് കിട്ടും. bn എന്ന് പറയുന്നത് 2/p ഇൻ്റഗ്രൽ 0 to p f of x into sin n pi x by p dx എന്നും കിട്ടും. അപ്പോൾ എഫിൻ്റെ ഫുറിയർ സീരീസിൽ ആറ് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ, സൈനിൻ്റെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. a0ഉം 0 ആയി പോവും. സോ സമ്മേഷൻ n = 1 to infinity bn sin n pi x by p എന്നുള്ളതാണ് എഫിൻ്റെ ഫുറിയർ സീരീസിൽ ഉണ്ടാവുക. സോ സൈനിൻ്റെ ടേംസ് മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ആ സീരീസിന് നമ്മൾ ഫുറിയർ സൈൻ സീരീസ് എന്നാണ് പറയുക. അപ്പോൾ ഏതൊരു ഓഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിലും ആ ഓഡ് ഫംഗ്ഷൻ്റെ ഫുറിയർ സീരീസ് വിൽ ബി എ ഫുറിയർ സൈൻ സീരീസ്. ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. എക്സാമ്പിൾ, എക്സ്പാൻഡ് ദി ഫോളോയിങ് ഫംഗ്ഷൻ ഇൻ എ ഫുറിയർ സീരീസ്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f of x = 1 when - pi less than x less than 0 and that is equal to 1 when 0 less than or equal to x less than pi. സോ -pi എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഫംഗ്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ for x belonging to open interval -pi, 0 -x belongs to അല്ലേ, എക്സ് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ -pi, 0 -x എവിടെ ഉണ്ടാവും? ഓപ്പൺ ഇൻ്റർവെൽ 0, piയിലുണ്ട്. സോ f of x = -1, അതായത് എക്സ് -pi, 0 f of xൻ്റെ വാല്യൂ എന്തായിരിക്കും? ഫോർ എക്സ് ബിലോങ്ങിങ് ടു -pi, 0 f of xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. f of xൻ്റെ വാല്യൂ -1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് f of -x ആണ്. കാരണം -x എന്ന് പറയുന്നത് 0 പൈയിലാണ് കിടക്കുന്നത്. 0 പൈയിൽ കിടക്കുമ്പോൾ എഫിൻ്റെ വാല്യൂ 1 ആണ്. സോ മൈനസ് ഓഫ് f of -x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് ഓഫ് f of -x എന്ന് പറയുന്നത് -1 അല്ലേ? കാരണം f of -x 1 ആണ്. സോ മൈനസ് ഓഫ് f of -x -1 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു f of x ആണ്. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സിമിലർലി ഫോർ എക്സ് ബിലോങ്ങിങ് ടു 0 pi, -x എവിടെ ഉണ്ടാവും? -pi 0 ഉണ്ടായിരിക്കും. സോ f of -x എന്തായിരിക്കും? -pi 0 ഉള്ളത് കൊണ്ട് f of -x = 1 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് -1, ദാറ്റ് ഈസ് ഈക്വൽ ടു -f of x. അപ്പോൾ ഈ എഫ് ഏത് ഫംഗ്ഷനാണ്? ഒരു ഓഡ് ഫംഗ്ഷനാണ്. കാരണം എഫ് ഓഡ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. f of -x = f of x എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ എഫ് ഇസ് ആൻ ഓഡ് ഫംഗ്ഷൻ ഓൺ ദി ഇൻ്റർവെൽ -pi. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എഫിൻ്റെ ഫുറിയർ സീരീസിൽ സൈൻ സീരീസ് ആയിരിക്കും ഉണ്ടാവുക വിത്ത് പി എന്ന് പറയുന്ന ഈക്വൽ ടു പൈ. പിൻ്റെ വാല്യൂ പൈ ആണ്. കാരണം -pi എന്നുള്ള ഇൻ്റർവെല്ലിലാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. സോ എഫ് ഓഡ് ഫംഗ്ഷൻ ആണ്. സോ എഫിൻ്റെ ഫുറിയർ സീരീസ് ഒരു സൈൻ സീരീസ് ആയിരിക്കും. സോ ഇൻ ദിസ് കേസ് എഫിൻ്റെ ഫുറിയർ സീരീസ് വിൽ ബി ഓഫ് ദിസ് ഫോം: f of x = summation n = 1 to infinity bn sin nx. നമ്മളിപ്പോൾ നേരത്തെ മേലെ ഡിസ്കസ് ചെയ്തു. ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ എഫിൻ്റെ ഫുറിയർ സീരീസ് ഏത് ഫോമിലായിരിക്കും ഉണ്ടാവുക? അപ്പോൾ ഫുറിയർ കോഎഫിഷ്യൻറ്റ് bn is evaluated as 2/p ഇൻ്റഗ്രൽ 0 to p f of x into sin n pi x by p dx ആണ്. അതിൽ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് പൈ ആണ്. സോ പൈ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇതെന്ത് വരും? 2/pi ഇൻ്റഗ്രൽ 0 to pi f of x into sin nx dx ആണ്. അപ്പോൾ 0 to piയിൽ എഫിൻ്റെ വാല്യൂ 1 ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് 2/pi ഇൻറ്റു 1 - -1 raised to n/n എന്ന് കിട്ടും. സോ bnൻ്റെ വാല്യൂ അതാണ്. സോ ഈ കോഎഫിഷ്യൻ്റ് നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫിൻ്റെ ഫുറിയർ സീരീസ് എന്താണെന്ന് കിട്ടും? f of x = 2/pi summation n = 1 to infinity 1 - -1 raised to n/n into sin nx എന്ന് കിട്ടും. അപ്പോൾ അതിന് ജസ്റ്റ് സമ്മേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിന് 1, 2, 3 എന്നുള്ള വാല്യൂസ് കൊടുത്തിട്ട് സമ്മേഷൻ ഓപ്പൺ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ 4/pi into sin x plus 1/3 sin 3x plus 1/5 sin 5x plus etc. എന്ന് കിട്ടും. സോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണ്, ഈവൻ ഫംഗ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫുറിയർ സീരീസ് സൈൻ സീരീസ് ആണോ കൊസൈൻ സീരീസ് ആണെന്ന് അനലൈസ് ചെയ്തിട്ട് വേഗം റിസൾട്ട് അപ്ലൈ ചെയ്ത് കോഎഫിഷ്യൻസ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുറിയർ സീരീസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻസ് ആണ്. അപ്പോൾ എന്താണ് ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ എന്ന് നോക്കാം. ത്രൂ ഔട്ട് ദി പ്രൊസീഡിംഗ് ഡിസ്കഷൻ ഇറ്റ് വാസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് എ ഫംഗ്ഷൻ എഫ് വാസ് ഡിഫൈൻഡ് ഓൺ ദി ഇൻ്റർവെൽ വിത്ത് ഒറിജിൻ ആസ് മിഡ് പോയിൻറ്റ്. ദാറ്റ് ഈസ് ഹവെവർ നമ്മളിപ്പോൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്ത സെക്ഷനിലെല്ലാം ഫംഗ്ഷൻ്റെ
ഡൊമെയിൻ ഓഫ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഏത് ഫോമിലായിരുന്നു? -PP എന്നുള്ള ഫോമിലായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത് അല്ലേ? അതായത് 0 മിഡ് പോയിൻ്റ് ആയി വരുന്ന ഒരു ഇൻ്റർവെല്ലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇൻ മെനി ഇൻസ്റ്റൻസസ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ റെപ്രസെൻറ്റിംഗ് എ ഫംഗ്ഷൻ ദാറ്റ് ഇസ് ഡിഫൈൻഡ് ഓൺ ദി ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0L ബൈ എ ട്രിഗ്നോമെട്രിക് സീരീസ്. പക്ഷേ സപ്പോസ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0L എന്ന് പറയുന്ന ഫോമിലാണ്, അതായത് 0 മിഡ് പോയിൻ്റ് ആയി വരുന്ന ഇൻ്റർവെല് എന്നുള്ള ഫോമല്ല, -PP എന്നുള്ള ഫോമല്ലാതെ വേറെ 0 മിഡ് പോയിൻ്റ് ആയി വരാത്ത ഫോമിലുള്ള ഇൻ്റർവെല്ലാണ് ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ഓഫ് ഡെഫിനിഷൻ വരുന്നതെങ്കിൽ അപ്പോഴും ഫംഗ്ഷന് ഇതുപോലെ ട്രിഗ്നോമെട്രിക് സീരീസ് നമ്മളിങ്ങനെ അറ്റൈൻ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് നോക്കുന്നത്. സോ ദിസ് ക്യാൻ ബി ഡൺ ഇൻ മെനി ഡിഫറെൻറ്റ് വേസ് ബൈ സപ്ലൈയിങ് എൻ ആർബിട്രറി ഡെഫിനിഷൻ ഓഫ് ദി ഫംഗ്ഷൻ ഓൺ ദി ഇൻ്റർവെൽ -L,0. അപ്പോൾ നമ്മൾ ഫംഗ്ഷന് -L,0 ഒരു ആർബിട്രറി ഡെഫിനിഷൻ അപ്ലൈ ചെയ്തിട്ട് -PP എന്നുള്ള ഫോമിലേക്ക് ആക്കും, എന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൊസൈൻ സീരീസാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. So cosine series, suppose it is required to represent the function f of x which is originally defined on the interval closed interval 0L. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ f of x ഉണ്ട്, അത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0ലാണ് ശരിക്കും ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്കതിന് ഒരു കൊസൈൻ സീരീസ് റെപ്രസെൻറ്റ് ചെയ്യണം ഓഫ് പീരിയഡ് 2L ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0L. സോ നമുക്ക് കൊസൈൻ സീരീസ് എക്സ്പാൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു കൺസിഡർ ദി ഈവൻ പീരിയോഡിക് എക്സ്റ്റൻഷൻ F(x) ഓഫ് f of x. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആക്ച്വലി 0L മാത്രമാണ് ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഈ 2L പീരീഡ് വരുന്ന കൊസൈൻ സീരീസിൻ്റെ ഒരു സീരീസ് എക്സ്പാൻഷൻ കൊടുക്കണമെങ്കിൽ ഈ തന്നിരിക്കുന്ന സ്മോൾ f of x നമ്മളൊരു എക്സ്റ്റൻഷൻ കൊടുക്കുകയാണ്, F of x എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുകയാണ്. അതെങ്ങനെയാണ് എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്? ദാറ്റ് ഈസ് F of x നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു f of x 0 ലെസ് ദാൻ ഈക്വൽ ടു x ലെസ് ദാൻ ഈക്വൽ ടു L. അപ്പോൾ 0 to L എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ അത് നമ്മുടെ സ്മോൾ f of x തന്നെയായിരിക്കും. ആൻഡ് -L ലെസ് ദാൻ x ലെസ് ദാൻ 0ൽ ആ F of x വാല്യൂ f of -x ആയിരിക്കും. അപ്പോൾ F of x പീരീഡ് 2L ആയിരിക്കും, കാരണം F of x plus 2L ഈക്വൽ ടു f of x ആണ്. സോ 2L ആണ് F പീരീഡ്. അപ്പോൾ നമുക്കതിനൊരു കൊസൈൻ സീരീസ് ഓഫ് പീരീഡ് 2L അറ്റൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ നമ്മൾ തന്നിരിക്കുന്ന സ്മോൾ എഫിന് ഒരു F എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ കൊടുക്കുകയാണ്. അപ്പോൾ സിൻസ് Fx ഈക്വൽ ടു സ്മോൾ fx ഫോർ ഓൾ x ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0L. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0Lൽ Fx വാല്യൂ എന്താ ബൈ ഡെഫിനിഷൻ? സ്മോൾ fx ആണ്. സോ സിൻസ് Fx ഈക്വൽ ടു സ്മോൾ fx ഫോർ ഓൾ x ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0L, F of x ആരാണ്? സ്മോൾ f of x ഒരു എക്സ്റ്റൻഷനാണ്. ഓൾസോ കാരണം സ്മോൾ fx 0Lലുള്ള വാല്യൂ F സെയിം ആണ്. പിന്നെ -L,0ൽ f of -x എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് കൊടുത്തു. സോ അതുകൊണ്ട് തന്നെ F ഈ സ്മോൾ എഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് പറയാം. ഓൾസോ ദി ഡെഫിനിഷൻ ഓഫ് F of x itself indicates that it is an even function on closed interval -LL അല്ലേ? കാരണം f of -x ഈക്വൽ ടു f of x ആണ്. സോ അതൊരു ഈവൻ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ F x ഫൊറിയർ സീരീസ് എന്തായിരിക്കും? ഒരു കൊസൈൻ സീരീസ് ആയിരിക്കും. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഫൊറിയർ സീരീസ് ഒരു കൊസൈൻ സീരീസ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ദി ഫൊറിയർ കൊസൈൻ സീരീസ് ഫോർ സ്മോൾ fx ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0L. അപ്പോൾ ആ F x ഫൊറിയർ സീരീസ് ആയ കൊസൈൻ സീരീസ് തന്നെയാണ് നമ്മുടെ സ്മോൾ fx കൊസൈൻ സീരീസും എന്ന് നമുക്ക് പറയാം ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ. Hence, the cosine series expansion of small f of x in closed interval 0L is f of x equal to a0 by 2 plus summation n equal to 1 to infinity an into cos n pi x by L ആണ്. അപ്പോൾ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആയത് കാരണമാണ് അതിന് കൊസൈൻ സീരീസ് കിട്ടിയത്. വേറെ a0 കാണാനുള്ള ഫോർമുല 2/L integral 0 to L f of x dx ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 to Lൽ F x വാല്യൂ എത്രയാണ്? സ്മോൾ f x ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/L integral 0 to L സ്മോൾ f x dx ആണ്. ആൻഡ് an എന്ന് പറയുന്നത് 2/L integral 0 to L F of x into cos n pi x dx ആണ്. പക്ഷേ 0 to L എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ F വാല്യൂ സ്മോൾ f ആയത് കാരണം ദിസ് ഈസ് ഈക്വൽ ടു 2/L integral 0 to L സ്മോൾ f of x into cos n pi x by L dx എന്ന് കിട്ടും. ഇനി ഇതുപോലെ സൈൻ സീരീസ് ആണ് വരുന്നത്.
എന്താ സൈൻ സീരീസ് പറയുന്നത്? സപ്പോസ് ഇറ്റ് ഈസ് റിക്വയർഡ് ടു എക്സ്പാൻഡ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം, എഫ് ഓഫ് എക്സ് 0L എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലുള്ള എഫ് ഓഫ് എക്സിന് ഒരു സൈൻ സീരീസ് എക്സ്പാൻഷൻ കൊടുക്കണം. അതായത് ഒരു ഓഡ് പീരിയോഡിക് എക്സ്റ്റൻഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡ് പീരിയോഡിക് എക്സ്റ്റൻഷൻ എഫിന് കൊടുക്കും. ദാറ്റ് ഈസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വെൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വെൻ എക്സ് ഈക്വൽ ടു 0, L, and that is equal to minus of f of minus x when minus L less than x less than 0. അപ്പോൾ നമുക്ക് ജി ഓഫ് എക്സ് പ്ലസ് 2L ഈക്വൽ ടു ജി ഓഫ് എക്സ് ആയിരിക്കും. സോ ജി ഒരു 2L പീരിയോഡിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. സോ എഫിന് നമ്മൾ ഈ സൈൻ സീരീസ് എക്സ്പാൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഡ് എക്സ്റ്റൻഷനാണ് കൊടുത്തത്. നേരത്തെ നമ്മൾ കൊസൈൻ സീരീസ് എക്സ്പാൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എഫിന് നമ്മൾ ഒരു ഈവൻ എക്സ്റ്റൻഷനായിരുന്നു ഡിഫൈൻ ചെയ്തിരുന്നത്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നൗ സിൻസ് ക്യാപിറ്റൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ആണ് ഫോർ ഓൾ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൽ ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ജി ഓഫ് എക്സ് സ്മോൾ എഫ് ഓഫ് എക്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് പറയാം. ഓൾസോ ക്യാപിറ്റൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ് അല്ലേ. അതൊരു ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ജി ഓഫ് എക്സിൻ്റെ ഫൊറിയർ സീരീസ് ഒരു സൈൻ സീരീസ് ആയിരിക്കും. ആൻഡ് അത് തന്നെയാണ് നമ്മുടെ എഫിൻ്റെ സ്മോൾ എഫിൻ്റെ സൈൻ സീരീസ് എക്സ്പാൻഷൻ. സോ സ്മോൾ എഫിൻ്റെ സൈൻ സീരീസ് എക്സ്പാൻഷൻ ഇസ് ഗിവൺ ബൈ f of x equal to summation n equal to 1 to infinity bn sin n pi x by l അല്ലേ. ഓഡ് ഫംഗ്ഷൻ ആയത് കാരണം അതിൻ്റെ ഫൊറിയർ സീരീസിൽ a നോട്ടും a n ഒക്കെ 0 ആയിപ്പോവും. സോ bn sin n pi x by l എന്ന് പറയുന്ന ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. വേർ bn is equal to 2 by L സം ഇൻ്റഗ്രൽ 0 to L g of x ഇൻറ്റു സൈൻ n pi x by L ആണ്. പക്ഷെ 0 to L എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ക്യാപിറ്റൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ എഫ് എഫ് എക്സ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 by L ഇൻ്റഗ്രൽ 0 to L സ്മോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ n pi x by L dx. The Fourier series. So as in the previous two cases, we need not extend f of x to the interval minus L, L. നമ്മളിപ്പോൾ പ്രീവിയസ് രണ്ട് കേസിലും കൊസൈൻ സീരീസ് ആണെങ്കിലും സൈൻ സീരീസ് ആണെങ്കിലും എഫിനൊരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഫൊറിയർ സീരീസ് പറയാൻ വേണ്ടിയിട്ട് ഹിയർ വി ക്യാൻ expand f of x as a Fourier series as when f of x is defined on closed interval minus pp. സോ നമ്മൾ മൈനസ് പി പി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ എഫ് ഡിഫൈൻഡ് ആകുമ്പോഴാണ് എഫിന് ഫൊറിയർ സീരീസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കേസിലിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ 2p is equal to L എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ആക്കിയിട്ട് അസ്യൂം ചെയ്യുകയാണ്. ഐഡൻറ്റിഫൈ 2p equal to L, that is the length of the interval. Then the resulting Fourier series will converge to periodic extension of f with period L. So the Fourier expansion of f of x in closed interval 0L എന്തായി മാറും? f of x equal to a0 by 2 plus summation n equal to 1 to infinity an cos 2n pi x by L plus bm sin 2n pi x by L എന്നുള്ളതായിട്ട് മാറും. അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് L is equal to 2p എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എഫിൻ്റെ ഫൊറിയർ സീരീസ് എഫ് ഓഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യും. വേർ എ നോട്ട് എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്. എ നോട്ട് എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഇസ് ഈക്വൽ ടു 2 by L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. എ എൻ ഇസ് ഈക്വൽ ടു 2 by L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് 2n pi x by L ഡി എക്സ് ആണ്. ഇവിടെ നമ്മൾ പിക്ക് പകരം 0 to L എന്ന് പറയുന്ന ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷനാണ് കൊടുക്കുന്നത്. ആൻഡ് ബി എൻ ഇസ് ഈക്വൽ ടു 2 by L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ 2n pi x by L ഡി എക്സ്.